ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നിഷ കൃഷ്ണൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോഡി ക്ലൻസിങ്ങിൻ്റെ 17ാമത്തെ ഡേ പ്രാക്ടീസാണ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് നേരം മന്ത്രം ചാൻറ്റ് ചെയ്യുക, പിന്നെ കുറച്ച് നേരം മൈൻഡ്ഫുള്ളായിട്ട്, അതായത് ഈ മൊമെൻറ്റിൽ ഇരിക്കുക, അതായത് ധ്യാനം, അതായത് നമ്മൾ നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രാണായാമം കൂടി ചെയ്തിട്ട് നമ്മൾ നിർത്തുകയാണ് ഇന്നത്തെ ബോഡി ക്ലൻസിങ് പ്രാക്ടീസ്. അപ്പോൾ നമുക്ക് പ്രാക്ടീസിലേക്ക് കടക്കാം. നിങ്ങൾ ഇതേ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അധികം എഫേർട്ട് എടുക്കേണ്ടി വരില്ല. പിന്നെ ഈ പ്രാക്ടീസ് ഡെയിലി എപ്പോഴൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുന്നതല്ല, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങളുടെ മൈൻഡ് കൂടുതൽ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിൽക്കാൻ പഠിക്കും. സോ നമുക്ക് പ്രാക്ടീസിലേക്ക് കിടക്കാം. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. അപ്പം നമ്മുടെ മൈൻഡ് പ്രാക്ടീസിനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പം നമുക്ക് ഇനി പ്രാക്ടീസ് തുടങ്ങാം. ആദ്യം നമ്മൾ ബോക്സ് ബ്രീത്തിങ് ആണ് ചെയ്യുന്നത്. 5 വട്ടം ബോക്സ് ബ്രീത്തിങ് ചെയ്യാണ്. ഇൻഹെയിൽ ചെയ്യുക 4 കൗണ്ട്, ഹോൾഡ് ചെയ്യുക 4 കൗണ്ട്, എക്സെയിൽ ചെയ്യുക 4 കൗണ്ട്, ഹോൾഡ് ചെയ്യുക 4 കൗണ്ട്. അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇൻഹെയിൽ 1 2 3 4, hold 1 2 3 4, exhale 1 2 3 4, hold 1 2 3 4, inhale 1 2 3 4, hold 1 2 3 4, exhale 1 2 3 4, hold 1 2 3 4, inhale 1 2 3 4, hold 1 2 3 4, exhale 1 2 3 4, hold 1 2 3 4, inhale 1 2 3 4, hold 1 2 3 4, exhale 1 2 3 4, hold 1 2 3 4, inhale 1 2 3 4, hold 1 2 3 4, exhale 1 2 3 4, hold 1 2 3 4, inhale 1 2 3 4, hold 1 2 3 4, exhale 1 2 3 4, hold 1 2 3 4. അപ്പം നമ്മൾ പ്രാണായാമം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ പോവാണ്. മെഡിറ്റേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ പാസ്റ്റിലേക്ക് നിങ്ങളുടെ ചിന്ത പോവും, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ ചിന്ത പോവും. അപ്പോൾ അങ്ങനെ ചിന്ത പോകുമ്പോൾ ആ ചിന്തേനെ ജസ്റ്റ് നിങ്ങളുടെ ബ്രീത്തിലോ നിങ്ങളുടെ ബോഡിയിലോ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തിരിച്ച് ഈ മൊമെൻറ്റിലേക്ക് തന്നെ കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ കണ്ണടച്ചിട്ട് അങ്ങനെ നിങ്ങളുടെ ബോഡിയിലുള്ള എനർജീനെ, അങ്ങനെ നിങ്ങളുടെ ശ്വാസത്തെ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇരിക്കുക. നിങ്ങളുടെ ഒരുപാട് ചിന്ത വരുമ്പോൾ ആ ചിന്തകളിൽ നിന്ന് പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് കൊണ്ടുവരിക. അതായത് നിങ്ങൾ ചിന്തയോട് ഫൈറ്റ് ചെയ്യണ്ട, അതിനെ സാക്ഷിയായിട്ട് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ബ്രത്തിൽ ശ്രദ്ധിക്കുക.
നിങ്ങൾ നിങ്ങളുടെ ചിന്ത പാസ്റ്റിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ബ്രത്തിൽ ശ്രദ്ധിച്ച് പിന്നെ അതിനെ പ്രസൻറ്റിലേക്ക് കൊണ്ടുവരാം. കുറച്ച് നേരം ഇങ്ങനെ തന്നെ ഇരിക്കുക. ആദ്യമൊക്കെ 1 മിനിറ്റൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുക. പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ചിന്ത വരുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അത് ഗ്രാജ്വലി അത് കുറയും. സോ കൺസിസ്റ്റൻസിയാണ് പ്രാക്ടീസിൽ വേണ്ടത്. എന്നും പ്രാക്ടീസ് ചെയ്യുക. മെല്ലെ കണ്ണ് തുറക്കുക. ഈ പ്രാക്ടീസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ചെയ്യാം. ഈ പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രസൻ്റായിട്ടിരിക്കാനുള്ളത് നിങ്ങളുടെ കോൺഷ്യസ്നെസ് കൂടും. സോ നിങ്ങൾ മൈൻഡ്ഫുൾനെസ് പോലെ എപ്പോൾ നിങ്ങളുടെ ചിന്തകൾ വരുന്നോ അപ്പോൾ ആ ചിന്തകളിൽ നിന്ന് അതിനെ നിങ്ങളുടെ ബ്രത്തിൽ ശ്രദ്ധിച്ച് പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് കൊണ്ടുവരാം. അത് ഡേ ഫുള്ള് പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രസൻ്റായിരിക്കാൻ സാധിക്കും.